നമസ്കാരം. ഇന്ന് നിങ്ങൾക്കേവർക്കും ഉപകാരപ്പെട്ടേക്കാവുന്ന വാസ്തുശാസ്ത്രത്തിലെ ഒരു പുതിയ അറിവൊന്നുമല്ല. വാസ്തുശാസ്ത്രം അനുസരിച്ചായാലും അല്ലെങ്കിലും വീട് വെക്കുന്നവർക്ക് ഏത് കെട്ടിടം വച്ചാലും അല്ലെങ്കിൽ മതിൽ തന്നെ വച്ചാലും നിർബന്ധം നോക്കേണ്ട ഒരു സമ്പ്രദായമാണ് മട്ടം നോക്കൽ എന്ന് പറയും. എന്താണ് ഈ മട്ടം? നമ്മളൊരു കെട്ടിടം നോക്കൂ, ഒരു 10 മീറ്റർ നീളം, 8 മീറ്റർ വീതി, വീണ്ടും 10 മീറ്റർ നീളം, 8 മീറ്റർ വീതി. ഈ മട്ടിൽ നൂലൊക്കെ കെട്ടി ഇങ്ങനെ അത് അളന്നെടുത്ത് വെക്കുമ്പോൾ 4 മൂലയും ഒരു ഏങ്കോണിപ്പ് വരും. അത് കെട്ടിടം മുകളിലേക്ക് പൊങ്ങുന്തോറും അത് ശരിയായി വരില്ല. 4 മൂലയും കൃത്യമായിരിക്കണം. അതായത് ഇത് ഒരു സമചതുരമോ ദീർഘചതുരമോ ആയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പുറം ചുറ്റാണെന്ന് വിചാരിച്ചോളൂ. അതിനെ നമുക്ക് ഫൗണ്ടേഷൻ ഇടണം, അതിനെ വാനം തോണ്ടേണ്ടി വരും. അപ്പോൾ ഇത് 10 മീറ്റർ നീളം, 8 മീറ്റർ വീതി, ഇങ്ങനെ ഈ മട്ടിൽ അളന്നെടുത്ത് നൂല് കെട്ടുമ്പോൾ മൂലകൾ കൃത്യതയോടെ വരില്ല. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇതിന് ചുറ്റുമുള്ള ഈ സ്പേസ് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയെ 4ആയി ഭാഗിക്കുമ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടും. 4 90 ഡിഗ്രി. അപ്പോൾ ഈ 4 പോർഷനും 90 ഡിഗ്രി വരണം എന്നാ പറയുന്നത്. അതെങ്ങനെയാണ്? ഇവിടെ നിന്നുള്ള ഈ സ്പേസ് 90 ഡിഗ്രി ആയിരിക്കണം, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ 4ഇടവും 90 ഡിഗ്രി ആകുമ്പോൾ അത് 360 ഡിഗ്രി ആകുകയും ചെയ്യും. അതിനെ പണ്ട് കാലത്തും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മേസ്ത്രിമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപായമാണ് മട്ടം നോക്കൽ. എങ്ങനെയാണ് മട്ടം നോക്കുക? വളരെ ലളിതമാണ്. ഇത് ഈ ഭാഗം ഈസ്റ്റും കിഴക്കും, ഇത് പടിഞ്ഞാറും, ഇത് സൗത്തും, ഇത് നോർത്തും ആണെന്നിരിക്കട്ടെ. ഏത് ദിശയിലോട്ട് തിരിഞ്ഞിരിക്കുന്ന കെട്ടിടമായിരുന്നാലും ആദ്യ നൂൽ കെട്ടുക. നമ്മൾ കെട്ടിടത്തിൻ്റെ സ്പേസ്, സ്ഥലം, ആ ഏത് പോർഷനിലാണ് കെട്ടിടം വരുന്നുവെന്ന് നമ്മൾ ആ പുരയിടത്തിൻ്റെ രീതി അനുസരിച്ച് കണക്കാക്കുകയും ആദ്യം പടിഞ്ഞാറ് നിന്ന് ഒരു കുറ്റി അടിച്ച് കിഴക്ക് ഒരു നൂൽ കെട്ടുന്നു. 10 മീറ്റർ നീളമാണെങ്കിൽ കറക്റ്റ് 10 മീറ്റർ നൂലല്ല കെട്ടുക, കുറച്ച് 1 മീറ്റർ കൂടെ 12 മീറ്ററൊക്കെ നൂൽ കെട്ടും. അപ്പോൾ ആദ്യത്തെ നൂൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കെട്ടുന്ന നൂല് കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ ദിശ കറക്റ്റ് ചെയ്യണം. നമുക്ക് ആ കിഴക്ക് ദിശ മാത്രം കറക്റ്റ് ചെയ്താൽ മതി. ഏത് ദിശയിലോട്ട് തിരിഞ്ഞിരിക്കുന്ന ഇതോ ഈ നൂല് കെട്ടുമ്പോൾ മാത്രം ദിശ കറക്റ്റ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ കിഴക്ക് ഭാഗം കോമ്പസ് വെച്ച് കറക്റ്റ് ചെയ്ത ശേഷം ഈ നൂല് പെർമനൻ്റ് ആയിട്ട് കെട്ടും. അതിനുശേഷം തെക്ക് നിന്നും പടിഞ്ഞാറോട്ട്, തെക്ക് നിന്നും വടക്കോട്ട് ഒരു നൂൽ കെട്ടുന്നു. അത് നൂൽ കെട്ടുകയല്ല, ആ നൂൽ ഒരാളെ പിടിച്ചെടുക്കും. അതിനുശേഷം ഈ മൂല 90 ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കാൻ ഒരു സൂത്രം ഉപയോഗിക്കാറുണ്ട്. അത് 3, 4, 5 എന്നൊരു കോമ്പിനേഷനാണ്. അതായത് ഈ ഭാഗത്ത് നിന്നും പെർമനൻ്റായി ആ കെട്ടിയിരിക്കുന്ന നൂലിൽ നിന്നും ഇവിടെ നിന്നും ഒരു 3 അടിയോ
അടി അല്ലെങ്കിൽ മീറ്റർ. നമുക്ക് 3 മീറ്റർ ഇടാം. 3 മീറ്റർ കറക്റ്റ് അളന്നെടുത്ത ശേഷം ഇവിടെ ഒരു അടയാളം ഇടുന്നു. ഒരു ചെറിയ നാര് കൊണ്ടോ എന്തെങ്കിലും ഒരു നൂല് കെട്ടുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ട് 4 മീറ്റർ അളന്നെടുത്ത ശേഷം ഇവിടെയും ഒരു നൂല് കെട്ടുന്നു. അതിനുശേഷം ഒരു ടേപ്പ് വച്ചിട്ട് ഇവിടെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഭാഗം വരെയും അളന്നെടുക്കുമ്പോൾ അത് കൃത്യം 5 മീറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് 3, 4, 5 ഫോർമേഷൻ. 5 മീറ്റർ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതലോ കുറവോ വരികയാണെങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന നൂലിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഈ നൂല് അനക്കുകയില്ല. നമ്മൾ കോമ്പസ് വെച്ച് ദിശ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നൂല് അനക്കുകയില്ല. അപ്പോൾ ഈ നൂല് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് 5 മീറ്റർ ആകുമ്പോൾ അവിടെ കുറ്റിയടിച്ച് അത് സ്ഥാപിക്കുന്നതോടുകൂടി ഈ മൂല കറക്റ്റ് 90 ഡിഗ്രിയായി മട്ടമായി എന്നാ പറയുക. ഇനി കാര്യം എളുപ്പമാണ്. ഇവിടം മുതൽ ഇങ്ങോട്ട് 10 മീറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 മീറ്ററും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 മീറ്ററും ഇവിടെ നിന്ന് അങ്ങോട്ട് 10 മീറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 8 മീറ്റർ അളന്നെടുത്ത ശേഷം ഇവിടെ വച്ച് ഒരു കുറ്റി അടിക്കുകയും ഇവിടെ നിന്നൊരു നൂൽ അങ്ങോട്ട് കെട്ടുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് 10 മീറ്റർ അടയാളപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് 10 മീറ്റർ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഇവിടെ നിന്നുള്ള 8 മീറ്റർ കറക്റ്റ് അളവിൽ ഒരു നൂല് കെട്ടുന്നു. ഇങ്ങനെ വരുമ്പോൾ ബാക്കി 3 ഭാഗത്തും മട്ടം നോക്കേണ്ടതില്ല. ഈ 90 ഡിഗ്രി ഇവിടെയുണ്ടാവും, 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 ഇവിടെയുണ്ടാകും. ഇതാണ് ഇപ്പോഴും മേസ്ത്രിമാർ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂത്രപ്പണി. നമ്മളിപ്പം കെട്ടിടം വെക്കണ്ട, ഒരു മതിലാ വെക്കുക എന്ന് വിചാരിച്ചോളൂ. ഇപ്പം മതിൽ ഇങ്ങനെ 4 ചുറ്റും ഇല്ലെങ്കിലും 2 ചുറ്റേ മതിലിനുള്ളോ, 2 പോർഷനേ ഉള്ളോ എങ്കിലും ഈ മട്ടം നമ്മൾ നോക്കണം. നമ്മളൊരു മുറി, ചെറിയൊരു മുറി അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് എന്ത് ബേസ്മെൻറ്റ് ചെയ്ത് വയ്ക്കുന്നോ അതിന് മുകളിലോട്ടുള്ളതും എല്ലാം ഈ മട്ടം നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.